യെസ്, ഈ ചന്ദ്രശേഖരൻ അങ്ങ് പ്രസംഗിച്ചു 11 മിനിറ്റ്. സർ, ഇവിടെ RSSനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അവതാരകനും തുടർന്ന് സംസാരിക്കുന്നവരെല്ലാം അത് സൂചിപ്പിക്കേണ്ടായി. ഈ RSSൻ്റെ രൂപീകരണം തൊട്ട് തന്നെ അവരുടെ ലക്ഷ്യമെന്താണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മതന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമെതിരായിട്ടാണ് അതിൻ്റെ നിലപാടെന്നും ഹിന്ദു രാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമാണ് ആ സംഘടനയുടെ നിലനിൽപ്പെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയൊരു സംഘടനയുമായി ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് ബന്ധമുണ്ടെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർ, ഒരു കാര്യം ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് RSSൻ്റെ അപകടകരമായ പ്രവർത്തനത്തെക്കുറിച്ച്, അവർ ഈ രാജ്യത്ത് ഉയർത്തിവിടുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളെക്കുറിച്ച്, അതിനെ ശക്തമായി ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ രാജ്യത്ത് ഉടനീളം തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത്തരമൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മ്യൂണിസ്റ്റുകാർ RSSുമായി ബന്ധപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയെയും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്തരം ഒരാക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് വഴിവെച്ച പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം ഇവിടെ പറയുകയുണ്ടായി. സർ, നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യം, ഈ സാഹചര്യത്തിൽ RSSലെ ചില നേതാക്കന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടു എന്ന് പറയുന്ന വിഷയമാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ, ആ കാണലിനെ, ആ സന്ദർശനത്തെ ന്യായീകരിക്കാൻ ആരും നിന്നിട്ടില്ല സർ. അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിലെ ദുരൂഹമായ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. ആരും സംരക്ഷിക്കാനല്ല ശ്രമിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥൻ്റെ നടപടിയിലുള്ള സംശയം ഉന്നയിക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതാരും കൈയടിക്കേണ്ട കാര്യമില്ല. അത് ഈ രാജ്യത്ത് എല്ലാവരുടെയും മുമ്പിൽ ഏറെ തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തുടർന്ന് അതിൻ്റെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, എന്താണ് നടപടി സ്വീകരിക്കാത്ത എന്താണ്? അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഇനിയും ആവശ്യമായ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് വരും എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം RSSുമായി ബന്ധമുണ്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഖ്യമന്ത്രി നേരിട്ട് അവരുമായി ബന്ധപ്പെടുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഒരടിസ്ഥാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സർ, ഇവിടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ, പ്രമേയാവതാരകൻ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ വല്ലാതെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ സമുദായത്തെയോ ആക്ഷേപിക്കുവാനോ മോശമായി ചിത്രീകരിക്കുവാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരോ അതിൻ്റെ തലവനായ മുഖ്യമന്ത്രിയോ ശ്രമിച്ചിട്ടില്ല. മലപ്പുറം കേരളത്തിലെ വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ്, ധീരദേശാഭിമാനികളുടെ നാടാണ്. ഏറനാടൻ കലാപത്തിൻ്റെ കാര്യം നമുക്കറിയാം. ആ മലബാർ കലാപം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിനും അതുപോലെ തന്നെ ജന്മി നാടുവാഴിത്തത്തിനും എതിരായിട്ടുള്ള സമരമായിരുന്നു. അങ്ങനെ ഒരു നിലപാടാണ് അത്
ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറക്കെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അത്തരമൊരു നിലപാട് അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായി സാഹസികമായ പോരാട്ടം നടന്നിട്ടുള്ള ആ മണ്ണിനെ ആക്ഷേപിക്കാനോ അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ അധിക്ഷേപിക്കാനോ യാതൊരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അതിൻ്റെ ഗവൺമെൻറ്റോ യാതൊരു കാരണവശാലും തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പാണ് സർ. അത്തരമൊരു കാര്യത്തിൽ മറ്റൊരു പ്രധാനമായ ഇതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന സത്യം അത് എടുത്തു പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ 1969 നേരത്തെ ചൂണ്ടിക്കാണിച്ചു EMSൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അന്നും അവിടെ അധിവസിക്കുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷം രാജ്യത്തെ ന്യൂനപക്ഷമാണ്. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനൊരു പ്രദേശത്തിന് അങ്ങനൊരു ജില്ലാ പദവി അതിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഒരു ജില്ലാ പദവി അനുവദിച്ചു കൊടുത്തപ്പോൾ അതിനെതിരായി സമരം നടത്തിയ ജനസംഘത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പഴയ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല സർ. അതുപോലെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ അധിവസിക്കുന്ന ജനങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്നോ സാമുദായികമായി ഒരു മതവിഭാഗത്തിനെതിരായി പ്രചരണം നടത്തുന്നു എന്നോ പറയുന്നതിൽ യാതൊരു തരത്തിലും ന്യായീകരണമില്ല എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത് സർ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ അന്നും ഇന്നും അവിടെ ഭൂരിപക്ഷമാണ്. പക്ഷേ അതുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ജനവിഭാഗങ്ങൾക്കാണ്, ആ മതവിഭാഗങ്ങളാണ് അതിന് ഉത്തരവാദിയെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയുമല്ല സാർ. അന്ന് ഈ ജില്ലാ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ന്യൂനപക്ഷത്തിനെതിരായി സംസാരിക്കുന്നുവെന്നും ആക്ഷേപിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അത് ശരിയാണ്. ഈ വിമാനമിറങ്ങുന്ന കള്ളക്കടത്തുകാരോ ഹവാല പണമിടപാടുകാരോ എല്ലാം മലപ്പുറത്തുകാരാണ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു പോകുന്നവർക്കാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ അവിടെ വന്ന് ഇറങ്ങിപ്പോകുന്നവരും അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ അവിടെ നടക്കുന്ന ഈ ഇടപാടുകളെ സംബന്ധിച്ചും പറഞ്ഞാൽ അതെല്ലാം ആ നാട്ടുകാർക്കാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ഒരു നിലപാടും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ. അതുപോലെ തന്നെ അവരൊക്കെ നടത്തുന്ന ഇത്തരം പ്രവർത്തനവും ഇത്തരം പണവും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനമല്ല എന്ന് പറയാൻ കഴിയുമോ സർ? കള്ളക്കടത്തിൻ്റെ ഭാഗമായും ഹവാല പണമിടപാടുകളുടെ ഭാഗമായും കൊണ്ടുവരുന്ന അങ്ങനെ ഉണ്ടാകുന്ന പണം, കണക്കില്ലാത്ത പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാരെങ്കിലും നിഷേധിക്കുമോ? ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? കണക്കില്ലാത്ത പണം കയ്യിലെത്തുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് രാജ്യദ്രോഹ പ്രവർത്തനം ഉൾപ്പെടെയാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചാൽ അതാരെയും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. ഇവിടെ ഒരു പ്രദേശത്തിനും അവിടെ അധിവസിക്കുന്ന ഭൂരിപക്ഷത്തിനും എതിരായ പ്രചരണമാണ് നടത്തിയത് എന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തി അത് രാഷ്ട്രീയമായി മാറ്റിയെടുക്കുന്നതിന് ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഗുണമുള്ള കാര്യമല്ല സർ. ഇവിടെ RSS പോലെ BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ തികച്ചും ജാതീയമായി സാമുദായികമായി ആളുകളുടെ ചേരിതിരിവ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി പുതിയൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണമെന്നതാണ്. കേന്ദ്ര ഭരണകർത്താക്കളുടെ സമീപനങ്ങളും നയങ്ങളും പലപ്പോഴും അതാണെന്ന് നമുക്കറിയാം. സംഘപരിവാർ ശക്തികളുടെ ശ്രമം അതിനുവേണ്ടിയാണെന്നറിയാം. യാതൊരു കാരണവശാലും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഐക്യത്തിനും യോജിച്ച പ്രവർത്തനത്തിനും മുന്നോട്ടുള്ള യാത്രക്കും യാതൊരു തടസ്സവും വരുത്താത്ത വിധത്തിലായിരിക്കണം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും മനോഭാവം എന്നതാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതല്ലാതെ ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നു, ഇകഴ്ത്തി കാണിക്കുന്നു, അത് ഭരണകൂടമാണ് അതിന് ഉത്തരവാദിത്വം, കേരളത്തിലെ ഗവൺമെൻറ് അതിനാണ് നേതൃത്വം നൽകുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ അപകടകരമായിരിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് ചിലരുടെ കയ്യിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെയും കേരളത്തെയും തള്ളിവിടുന്നതിനിടവരുത്തുന്ന അവരുടെ വികാരങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രചരണം യാതൊരു കാരണവശാലും മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇല്ലാതിരിക്കണം
എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സാർ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക്, ആ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിന് എതിരായ നിലപാട് ഏത് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചാലും അത്തരം നിലപാടുകൾക്കെതിരെ കർക്കശമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിയണം. അതിനുവേണ്ടിയുള്ള നിലപാടുകളാണ് ഈ കാലം അത്രയും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നണിക്കകത്ത് ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ, ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമായല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ആകെ ശക്തമായ മുന്നേറ്റമായും മതനിരപേക്ഷ ശക്തികളുടെ വിജയമായിട്ടും മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ കാണാൻ കഴിയൂ, ഇത്തരം നടപടികളെ കാണാൻ കഴിയൂ. അത്തരമൊരു നിലപാടായിരിക്കണം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.